ശതാബ്ദി ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന പരിപാടികളുമായി ആഘോഷിച്ചു വരികയാണല്ലോ. അതിൻ്റെ ഒരരങ്ങാണ് ഇന്നിവിടെ ഈ കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിൽ ഉള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ കഥകളിപ്പദ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ പാലനാട് ദിവാരേട്ടനെ ഈ പരിപാടിയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പായി അച്ചുണ്ണി പൊതുവളാശാൻ എനിക്ക് ആരായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തരാൻ ആഗ്രഹിക്കുകയാണ്. വെള്ളിനേഴിക്കാരനായ ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കഥകളി കാണാനൊക്കെ ശീലിച്ചിരുന്നു. കാന്തല്ലൂരും കാറൽ മണ്ണയും ചെർപ്പളശ്ശേരിയിലും ഒക്കെ കഥകളി കാണാൻ കുട്ടിക്കാലത്ത് തന്നെ പോവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ കളിയരങ്ങുകളിൽ ചെണ്ട തൂക്കി നിൽക്കുന്ന ആ ഒരു രൂപം അച്ചുണ്ണി പൊതുവളാശാൻ, അദ്ദേഹത്തെ ആ രീതിയിലല്ലാതെ പലപ്പോഴും വെള്ളിനേഴി അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത കൗതുകം ഉണ്ടായിരുന്നു. നമ്മൾ അരങ്ങിൽ വളരെയധികം ആരാധനയോടെ കാണുന്ന ആൾക്കാരെ ആ വേഷത്തിലൊന്നും അല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം, അത് പലപ്പോഴും ഉണ്ടായിരുന്നു. വെള്ളിനേഴി അങ്ങാടിയിൽ ചെന്നാൽ ചിലപ്പോൾ അദ്ദേഹം കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകുന്ന കാഴ്ചയും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ ഒരു ചെണ്ടവാദ്യ വിദഗ്ധനാണ് എന്നത് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കാന്തള്ളൂരും ചെങ്ങടിക്കുട്ടയിലൊക്കെ തുഴാൻ പോയിരുന്ന കാലത്ത് അവിടെ നടക്കൽ നിന്ന് പാടുന്ന അച്ചുണ്ണി പൊതുവളാശാനെ കണ്ടിട്ടുണ്ട്. കുറുപ്പാശാനും ഒപ്പം ഉണ്ടാവാറുണ്ട്, കുഞ്ഞുണ്ണി പൊതുവളാശാനും ഒപ്പം ഉണ്ടാവാറുണ്ട്. ഇവർ മൂന്നാളും കൂടി അവിടെ പാടുന്ന ഒരു കാഴ്ച, അതും നേരത്തെ ശങ്കരേട്ടൻ പറഞ്ഞ പോലെ ഒരു അത്ഭുതമായിരുന്നു. കാരണം ചെണ്ടക്കാരനായ ഒരാൾ പാടുന്ന കാഴ്ച, അത് അന്നത്തെ കാലത്ത് വല്ലാത്തൊരു ആശ്ചര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കാലങ്ങൾക്ക് ശേഷം കൊട്ടിപ്പാടി സേവയ്ക്ക് പാടാനൊക്കെ ഉള്ള അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. അന്ന് TV ഒന്നും സാർവത്രികമായിരുന്നില്ല, റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. റേഡിയോയിൽ രാത്രി 1 മണിക്കൂർ നീളുന്ന കഥകളിപ്പദവും അരമണിക്കൂർ നീളുന്ന കഥകളിപ്പദവും 2 തരത്തിലുള്ള പ്രക്ഷേപണം കേട്ടിരുന്നു. അതിൽ അരമണിക്കൂർ നീളുന്ന കഥകളിപ്പദങ്ങൾ കേൾക്കുന്ന സന്ദർഭത്തിൽ പാടുന്നത് കലാമണ്ഡലം അച്ചുണ്ണി പൊതുവാൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോഴും വല്ലാത്ത ആശ്ചര്യം തോന്നി. ഇദ്ദേഹം കഥകളിക്ക് പാടും ചെയ്യും അല്ലേ? എൻ്റെ ഓർമ്മയിൽ പ്രഹ്ലാദചരിതം കഥ, അതുപോലെ സന്താനഗോപാലം, ഈ 2 കഥയൊക്കെയാണ് അദ്ദേഹം റേഡിയോയിൽ പാടിയതായിട്ട് കേട്ട ഓർമ്മ ഉള്ളത്. എന്നാൽ അരങ്ങിൽ കഥകളിക്ക് അദ്ദേഹം പാടുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ഈ അരങ്ങിൽ കാണുന്ന ദിവ്യന്മാരെയൊക്കെ അടുത്ത് കാണാൻ ഒരു താല്പര്യം, കൗതുകം അന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നടന്നു വരികയാണെന്ന് വെച്ചാൽ വെറുതെ ഒരു കാര്യമില്ലെങ്കിൽ അടുത്തൊക്കെ പോയി ആ വഴിയിൽ നിന്നാൽ ചിലപ്പോൾ മുഖത്തേക്ക് ഒന്ന് നോക്കി ഒന്ന് ചിരിക്കും. ആ ചിരിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. അങ്ങനെ UP സ്കൂളിലും ഒക്കെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആനന്ദ് എൻ്റെ സുഹൃത്തായി. എന്നേക്കാൾ ഒരു ക്ലാസ് താഴെയായിരുന്നു ആനന്ദ് പഠിച്ചിരുന്നത്.
അപ്പോൾ ആനന്ദിൻ്റെ ഒരു കൂട്ടും കൂടി കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് അടുക്കാനുള്ള സന്ദർഭങ്ങൾ കൂടുതൽ കിട്ടുകയാണ് ഉണ്ടായത്. ഏതായാലും ഇന്ന് ഈ പ്രണതി എന്ന ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിപ്പാട്ടിനെ കുറിച്ച് തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എൻ്റെ ഗുരുനാഥനാണ് പാലനാട് ദിവാരേട്ടൻ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കൂടി, അല്ലെങ്കിൽ എന്നേക്കാൾ എത്രയോ അനുഭവങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നമുക്ക് ഒന്ന് കേൾക്കാവുന്നതാണ്. ദിവാരേട്ടൻ കുറുപ്പാശാൻ്റെ ശിഷ്യനായിട്ടാണ് കഥകളിക്ക് വന്നിട്ടുള്ളതെന്ന് അറിയാം. ഈ അച്ചുണ്ണിപ്പുതാളാശാൻ കഥകളിക്ക് പാടുന്ന രംഗം കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അച്ചുണ്ണിപ്പുതാളാശാൻ രവി പറഞ്ഞ പോലെ തന്നെ ഞാൻ പാട്ട് പഠിക്കുന്ന കാലത്ത്, കുറുപ്പാശാൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ റേഡിയോയിൽ കഥകളിപ്പാട്ട് കേൾക്കുക അങ്ങനൊരു കാലത്താണ്. അപ്പോൾ എൻ്റെ ഇല്ലത്തൊക്കെ മുത്തശ്ശൻ പറയും, ഇത് ഹൈദരാലി പാടണ പാട്ട് ഇപ്പം കേട്ടിട്ടുണ്ടോ, ഇത് കേൾപ്പിക്കും. അങ്ങനെ കഥകളി ഈ സിനിമാ പാട്ടിൽ നിന്ന് വ്യതിരിക്തമായിട്ട് കഥകളിപ്പാട്ട് കേൾക്കുന്ന ഒരു കാലം. അതൊരു പക്ഷേ ഹൈദരാലിയാശൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടാവും. അത് കാരണം മുത്തശ്ശൻ ഇതാരാ പാടുന്നത്, ഹൈദരാലിയാണ്. കാരണം നമ്മളെ ഇത് പെടാത്ത ഒരാൾ ഉള്ള ഒരു എന്താ വിപ്ലവകരമായിട്ടുള്ളൊരു ചിന്തയെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ കേൾക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തച്ഛൻ പറയും, ഇതും അച്ചുണ്ണിപ്പുതാന്ന പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ റേഡിയോ മാത്രമേ അന്നൊരു നമുക്കൊരു അടിസ്ഥാനമുള്ളൂ. അങ്ങനെയാണ് അച്ചുണ്ണിപ്പുളാശാൻ്റെ പാട്ട് ധാരാളം കോഴിക്കോട് ആകാശവാണിയിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ രവി പറഞ്ഞ പോലെ മിക്കവാറും അദ്ദേഹം പാടിയിരുന്നത് ഈ എന്താ പറയുക, ചില പ്രത്യേക കഥകളാണ്. ഉണ്ണി സ്വയംവരം പാടി കേട്ടിട്ടുണ്ട്, പ്രഹ്ലാദീരഥം, സന്താന ഗോപാലം, കുചേലവൃത്തം, അങ്ങനെയുള്ള ഒരു ഭക്തിപരമായിട്ടുള്ള പാട്ടുകൾ. അപ്പം ഇങ്ങനെയാണ് ഈ കഥകളിപ്പദത്തിൻ്റെ ഒരു എന്താ പറയുക കഥകളിപ്പദം പഠിക്കാനുള്ള പ്രചോദനം നല്ല ഉണ്ടായിട്ടുള്ളത്. ഈ കഥകളിപ്പദം എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ടുള്ളത് ഒരു പക്ഷേ അച്ചുണ്ണിപ്പുതാളാശൻ്റെയൊക്കെ പാട്ട് കേട്ടിട്ടാണ്. പിന്നീട് അത് കേട്ടപ്പോഴാണ് പഠനം തുടങ്ങിയതിന് ശേഷം ആശാൻ സോപാന സംഗീതം, അതായത് അഷ്ടപരിക പാടുന്നത് കേട്ടപ്പോൾ അതിൽ കഥകളി പദങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. ഈ പറഞ്ഞ പോലെ പാടുമ്പോൾ ചിലപ്പോൾ 2 പദം പാടും. അരങ്ങിൽ പാടുന്നത് വേറെ, ചൊല്ലിയാട്ടത്തിൽ പാടുന്നത് വേറെ. അതിനൊക്കെ ഉപരിയായിട്ട് ഈ അമ്പലങ്ങളിലെ കൊട്ടിപ്പാടി സേവ പാടാറുണ്ട്. അപ്പോൾ ഈ 2 പദം പാടും. അത് മിക്കവാറും ഈ ഉത്തരാസംബരത്തിലെ കരുണാമിതേ ദേവഗാന്ധാരത്തിലെ പാടുള്ളൂ അച്ഛൻ. അതുപോലെ തന്നെ ഭവൽചരണ, അജിതാഹരെ, അങ്ങനെ സ്ഥിരം കുറച്ച് പ്രത്യേകിച്ച് ശ്രീകൃഷ്ണൻ തമ്മിലൊക്കെ ആണെങ്കിൽ ആ തലത്തിൽ ഗൗരീശം പാടാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയാണ് ആശാൻ്റെ കഥകളിപ്പാട്ടുകൾ കേട്ടിട്ടുള്ളത്. ഈ ഒരു അനുഭവത്തിൽ കൂടെയാണ് ആശാൻ്റെ കഥകളിപ്പദം എങ്ങനെയാണ്, കഥകളിപ്പദ ആലാപനം എങ്ങനെയാണെന്നൊക്കെ എനിക്ക് ഒരു അനുഭവം വന്നിട്ടുണ്ട്. ഈ അനുഭവം ശരിക്കും പറഞ്ഞാൽ അതിനെ ഒരു അനലൈസ് ചെയ്ത് പറയാനൊന്നും എനിക്ക് പറ്റില്ല. കാരണം അതിങ്ങനെ കേട്ടൊരു അനുഭവങ്ങൾ മനസ്സിലുണ്ട് എന്നല്ലാതെ അതെങ്ങനെയായിരുന്നു എന്ന് കൂടുതൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ നമ്പീശനാശാൻ്റെയൊക്കെ ഒരു നിറഞ്ഞ പാട്ടില്ലേ, നിറഞ്ഞ പാട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഈ ശബ്ദത്തിനെ കുറച്ചും കൂടുതലൊന്നും വരുത്താതെ നിറച്ച് പാടുള്ള ആ രീതിയായിരുന്നു അച്ചുണ്ണിപ്പുളാശാൻ്റെ പാടുന്നത്. അത് ആശാൻ്റെ സോപാന അഷ്ടപതി പാടുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒട്ടും കളവില്ലാതെ ആ ഇടയ്ക്ക കൊട്ടിയിട്ട് അങ്ങനെ നിറച്ച് പാടുക എന്നുള്ളത്. അത്
പിന്നെ ഞാൻ കുറച്ചുകൂടി പറഞ്ഞുകൊണ്ട് വിരോധമില്ലല്ലോ. ഈ ആശാൻ്റെ ശാരീരം വളരെ നേർത്തതാണ്, മന്ത്രസ്ഥായി വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ സാധാരണ താഴ്ന്ന സ്ഥായിയിൽ പാടുന്നത് ആശാൻ മുകളിൽ പാടും. അത് ഒരു പാടി ഹരം വരികയാണെങ്കിൽ പിന്നെ അങ്ങനെ പാടുള്ളൂ ആശാൻ. അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അപ്പം നമ്മളൊക്കെ തത്ര ഞാൻ ഗമിച്ചെങ്കിൽ താതനുള്ള ഇങ്ങനെ പാടാറുണ്ട്. ആശാനെ സംബന്ധിച്ചില്ല തത്ര അങ്ങനെ ശബ്ദമില്ലാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ ആ ഉയർന്ന സ്ഥായിയിൽ ആശാൻ പാടും. ഇപ്പോഴും പലരും പാടാറുണ്ട് അതിന്. അത് പഴയ ഒരു ചിട്ടയാണ്. ഇപ്പം ആരും അങ്ങനെ പാടാറില്ല. കാരണം ശബ്ദത്തിനെ കൺട്രോൾ ചെയ്യാണ്. കാരണം ആശാന് ശബ്ദം ധാരാളം കിട്ടും. ഉയർന്ന സ്ഥായിയിൽ പാടാൻ ഒരു വിഷമമില്ല, മന്ത്രസ്ഥായിൽ കുറച്ച് വിഷമമുണ്ട്. അങ്ങനെ ആശാൻ്റെ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അത് ഇടയ്ക്കിടെ ഒരു നാദത്തിൻ്റെ ശ്രുതിയിൽ, അത് പല സോപാന അഷ്ടപതി പാട്ടുകാർക്കുള്ളതാണ്. അവർക്ക് മന്ത്രസ്ഥായിയേക്കാൾ ഉയർന്ന സ്ഥായിലാണ്. ഇപ്പം കേരളത്തിൽ 40 ആൾക്കാരുണ്ട്. അങ്ങനെ പാടി അങ്ങനെ ഈ പക്ഷികളൊക്കെ ഉയർന്നു പോകുന്ന പോലെ താഴത്തേക്കല്ല ഇവർ മേപ്പെട്ട ഇങ്ങനെ പോകാനുള്ള ഒരു കാര്യം. അങ്ങനെ തന്നെ ഇപ്പം അച്ചുണ്ണിപ്പിള്ളാശാനും കുറുപ്പാശാനും കൂടി പാടിയിട്ടുള്ള അഷ്ടപതിയെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. കുറുപ്പാശാനും മന്ത്രസ്ഥായിയും എല്ലാ സ്ഥായികളിലും. പക്ഷെ അച്ചുണ്ണിപ്പിള്ളാശാൻ അത് ഉയർന്ന സ്ഥായിലുള്ള പാടുകയാണ്. ഇപ്പം കുറുപ്പാശാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പാടാതെ പറ്റില്ലല്ലോ. കാരണം സംഗീതമായിട്ട് പാടുന്നുണ്ട്. അതിനാ ഉദാഹരണത്തിന് ഞാൻ പറയാൻ പറ്റിയ കരുണജീവാനല്ല, അതെ കരുണജീവാൻ. അതിൽ അവസാനം ദാദാവാദിയാം ലോക നീലാംബരിയിലെ ത്രാതാവായുള്ള വാദപുര നിവാസ ചേത ശ്രീ പത്മനാഭ പ്രീതി കലർന്നു വൈകാതെ ഒരു പ്രാവശ്യം പാടുന്നു. പിന്നെ അവിടുന്ന് ഒരു 2-3 സ്ഥായിയിൽ പാടാശം വൈകാതെ എത്രത്തോളം പോകാൻ പറ്റും അത്രയും പാടും. കാരണം സ്വാധീനം ധാരാളം അങ്ങോട്ടുള്ള സ്വാധീനമാണ്. അപ്പം അങ്ങനെ ഒരു പാട്ടായിരുന്നു ആശാൻ്റെ. പക്ഷെ ആ പാട്ടിന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാച്ചാൽ ഞാൻ ഒന്നിച്ച് പറയുകൊണ്ട് പ്രശ്നമില്ല. ഈ സോപാന സംഗീതവും കഥകളി സംഗീതവും തമ്മിലൊരു പരസ്പര പൂരകങ്ങളാക്കി ആശാൻ. അതുവരെ സോപാന സംഗീതത്തിൻ്റെ അച്ചടക്കം ഉണ്ടായിരുന്നില്ല. കഥകളിപ്പത്തിനും അത്രത്തോളം പറഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു പാടിയിട്ടാണ് അതിന് ഒരു ഇത് വന്നത്, ഒരു രീതി വന്നിട്ടുള്ളത്. അപ്പോൾ അച്ചുണ്ണിപ്പിള്ളാശാൻ രണ്ടിനെക്കുറിച്ചും ചിന്തിച്ചു. കഥകളിപ്പദം പാടുമ്പോൾ ചൊല്ലിയാട്ടത്തിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ട്, കാലപ്രമാണമുണ്ട്. അപ്പോൾ അതൊക്കെ ആശാൻ്റെ ആലാപനം സോപാന സംഗീതത്തിനും കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ കഥകളിപ്പാട്ട് കേട്ടാൽ ഇടയ്ക്ക കൊട്ടി പാടുന്ന ഒരു ആശാനെ ഇടയ്ക്ക കൊട്ടി പാടുമ്പോൾ രണ്ടിൻ്റെയും അനുഭവം ഒന്നായിട്ട് മാറാറുണ്ട് പലപ്പോഴും. ഒന്നാമത് ഭക്തിപരാണ്, പിന്നെ ആശാൻ്റെ രാഗപ്രയോഗം അങ്ങനത്തെ രാഗങ്ങളാണ് ഞാൻ പ്രയോഗിക്കുക. അപ്പോൾ ഞാൻ ഒന്നിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എൻ്റെ ഈ പാട്ടിൻ്റെ അനുഭവം, എൻ്റെ ആദ്യത്തെ അനുഭവം അതായിരുന്നു എന്ന് പറയാം. ദിവാലായിട്ടിപ്പോൾ കേരളത്തിനും ഇന്ത്യക്കും പുറത്തൊക്കെ ചിലപ്പോൾ ആശാൻ്റെ ഒപ്പം യാത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ യാത്രയിലും എന്തെങ്കിലും ആശാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഓർമ്മിക്കത്തക്കതായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെച്ചാൽ നന്നായി. കാര്യമായിട്ട് ഈ ബോംബെ യാത്രകളാണ് മിക്കവാറും ആശാൻ ഉണ്ടാവും. ബോംബെയിൽ കലാക്ഷേത്രം അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഡോംബുവില്ലിയിലൊരു ഗുരുവായൂരപ്പൻ്റെ അമ്പലമുണ്ട്. അവർ ആശാനെ വെറുതെ വിടില്ല. ഇപ്പോൾ കാരണം ഇപ്പോൾ കുന്നപ്പുറത്ത് സംഘം പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ പുതാളാശാൻ എന്നൊരു അഷ്ടപതിയാവാം.
അപ്പോൾ എനിക്കിപ്പോൾ കൂടെ പാടാൻ വലിയ ഒറ്റയ്ക്കിങ്ങനെ പാടണോ? എന്നാ ദിവാരം പാടില്ലേ? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സ്വതേ ഈ അഷ്ടപതിയും കുറച്ച് കഥകളിപ്പാട്ടൊക്കെ ഏറെയായിരുന്നു. അങ്ങനെ കൊണ്ടായിട്ട് പാടിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൽ കുറേ കഥകളിപ്പാട്ടും പഠിക്കും, പദങ്ങൾ പഠിക്കും. അങ്ങനെ ആശാന് ശങ്കരിക്കാരനായിട്ടൊക്കെ പല ബോംബെയിലുണ്ടായിട്ടുണ്ട്. വേറെയും വിദേശങ്ങളിൽ ഞാൻ ആശാൻ്റെ കൂടെ അധികം പോയിട്ടില്ല. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു യാത്രകളും. ആശാൻ്റെ കൂടെ പാടുക എന്നുള്ളത്, ആ സംഗീതം നമുക്ക് പലതും മാതൃകയാക്കാൻ പറ്റുന്ന രാഗപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ഒരു സംഗീത വഴിക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എനിക്ക് അച്യുതപദാശാനും കുറുപ്പാശാനും ചേർന്ന് പാടിയ കരുണ ജൈവാനന്ദ താമസം, അതുപോലെ മായമംഗളശീലെ, അങ്ങനെ ചില കീർത്തനങ്ങൾ, ഇതൊക്കെ പലതവണ ചെങ്ങണിക്കൊട്ടാവുന്നും കാന്തല്ലൂരിന്നും കേട്ടിട്ടുണ്ട്. അതിൽ ഒരു പ്രത്യേകമായിട്ട് തോന്നിയിട്ടില്ല, നവരസത്തിലുള്ള എന്തോ ഒരു പദം, അത് ഏത് പദമാണ് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ഉയർന്ന സ്ഥായിയിൽ ആശാൻ പാടുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അന്ന് ആ പരിപാടി കഴിഞ്ഞപ്പോൾ നടക്കിൽ നിന്ന് പാടുന്ന പാട്ടായിരുന്നു, കൊട്ടിപ്പാടി സേവയായിരുന്നു. കുറുപ്പാശാൻ പൊതുവാശാനോട് പറയുന്നത് ഞാൻ കേൾക്കണ്ടായിട്ടുണ്ട്, ഈ നവരസം ഇങ്ങനെ മധ്യമത്തിലല്ലാതെ പാടിയ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. മധ്യമം, എനിക്കന്ന് മധ്യമം എന്താ പഞ്ചമം എന്താണെന്ന് അറിഞ്ഞിട്ടല്ല, പക്ഷെ ഇങ്ങനൊരു പ്രയോഗം ആശാൻ കുറുപ്പാശാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അത് ഏത് പദമാണ്, കഥകളിപ്പദമല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ വെളിനെ എഴുതാസേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ആ പദം ഏതാണെന്ന് പറയാനൊക്കെ ചിലപ്പോൾ അറിഞ്ഞു എന്ന് വരാം. നവരസത്തിലാണ് പാടിയത്. ഒരുപാട് ഉയർന്ന താരസ്ഥായിൽ പാടുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കഥകളിക്ക് പാടുമ്പോഴും ഈ പുന്നാഗവരാളിയും ഒക്കെ അങ്ങനെ ആയിരുന്നിരിക്കാം പാടിയിട്ടുണ്ടാവുക. ഈ മാമുനി വര തവ എന്ന പദമാണ് റേഡിയോയിൽ പലതവണ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ മുകളിൽ പഞ്ചമം പിടിക്കാനൊന്നും യാതൊരു പ്രയാസവും ഇല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് ഈ റേഡിയോയിൽ പാടുമ്പോൾ ഒറ്റയ്ക്ക് പാടുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിനൊക്കെ വല്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കഥകളിപ്പാട്ടിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന നിലയ്ക്കൊക്കെ എന്തെങ്കിലും പറയാൻ അറിയുമെങ്കിൽ പറയാവുന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആദ്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ പാടുമ്പോൾ പലതും നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ വരുത്താൻ പറ്റുന്നത്, അത് നമുക്ക് പറയാൻ പറ്റിയതല്ല. ഇപ്പോൾ ഒരാളുടെ കൂടെ സംഗടി പാടുക എന്ന് പറയുമ്പോൾ കൂടെ പാടിയിട്ടാണ് നമ്മൾ ഈ അരങ്ങുകളിൽ, അതിപ്പോൾ കൊട്ടായാലും വേണ്ടില്ല, വേഷമായാലും വേണ്ടില്ല, കൂട്ടുവേഷത്തിലൂടെ പലതും വരും, നമ്മൾ കൂടെ പാടിയിട്ട് പലതും വരും. എല്ലാം തന്നെ നമുക്ക് ഈ അനുഭവങ്ങളിലൂടെയാണ് അരങ്ങ് പരിചയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അച്ചുണ്ണിപ്പിള്ളാശാൻ്റെ ആയിട്ടുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലം, ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ഒരു 70-80കളുടെ അവസാനം ഒക്കെയാണ് ആശാൻ്റെ അപ്പോൾ ആശാനായിട്ട് ബന്ധമില്ലാത്തൊരു ഒരു കലാജീവിതം എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ കുറുപ്പാശാനായിട്ട് ഒന്നാമത് അവർ ഈ പറഞ്ഞ പോലെ ഒന്നിച്ചൊരു അരങ്ങുകളായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ കുറുപ്പാശാൻ്റെ കാര്യം അച്ചുണ്ണിപ്പിള്ളാശാൻ രണ്ടാക്കി ഉണ്ടാവും. നമുക്കൊരു പൊന്നാനി പാടേണ്ട സമയം വന്നാലൊക്കെ ആശാൻ ഒരു ധൈര്യം തരുന്നുണ്ട്. ഈ ധൈര്യം തരില്ല എങ്ങനെയാ വെച്ചാൽ, വേണമെങ്കിൽ ആശാനെ പേടിപ്പിക്കാം, എങ്ങനെയാണോ വേണ്ടത് നമുക്ക് പറയാം, പക്ഷെ അങ്ങനെയല്ല ചെയ്യാം. ആ താളെടുത്ത് ഒരു ചിരിയുണ്ട്, പ്രത്യേക ഒരു ചിരിയാണ്. ഈ താളെടുത്ത് പതുക്കൊന്നിങ്ങനെ ഒരു നമുക്ക് ആ പദത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി തരും. ചെറുതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഓരോന്ന് കഴിഞ്ഞാൽ വട്ടം തട്ടിൽ എങ്ങനെയാണ്. നമുക്ക് അങ്ങനെ ധാരാളം അനുഭവങ്ങൾ, സംഗീതത്തിൻ്റെ എല്ലാം പറയുന്നത്, കഥകളി അരങ്ങുകളുടെ ഒരു പരിചയം ഉണ്ടാക്കുക എന്നുള്ളത്
ഇപ്പോൾ കുറുപ്പാശാനെ പറയാം, അച്ചുണ്ണിപ്പിള്ളാശാന കൊണ്ടുവച്ചാൽ ചിലപ്പോൾ ആശാൻ ദിവാരനാണ് കുറച്ച് പാടുന്നത്, അത് പറയുക കേട്ടിട്ടുണ്ട്. അപ്പോൾ അച്ചുണ്ണിപ്പിള്ളാശാനെ ഏൽപ്പിക്കണ ചായ അത് ഞാൻ പറയുന്ന ആശാൻ്റെ എന്താ പറയുക, മറ്റുള്ളവരോടുള്ള ഒരു അവരെ വളർത്തുന്ന ഒരു പാട്ടുകാരെ മാത്രമല്ല, ആശാൻ്റെ ശിഷ്യന്മാരെ, വാദ്യത്തിലുള്ള ശിഷ്യന്മാരെ മാത്രമല്ല മറ്റുള്ളവരെയും മയപ്പെടുത്തി കൊണ്ടുവരാനുള്ള, പേടിപ്പിച്ചിട്ടില്ല. അങ്ങനെ എനിക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ കുറുപ്പാശാൻ എന്നുള്ള ഒരു കുറുപ്പാശാനോടുള്ള ഒരു ഗുരുഭക്തി, ആ ഒരു ഈ പ്രണതി എന്ന് പറയുന്നത് അച്ചുണ്ണിപ്പിള്ളാശാനോട് അതുപോലെ ഉണ്ടായിരുന്നു. പക്ഷെ ആശാന് ഭയങ്കര സ്നേഹവാത്സല്യം. അത് ഒരു പ്രാവശ്യം നീ പറഞ്ഞ് രവിയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്തിരിക്കൊണ്ട് ഞാൻ പറയല്ല, ഈ കാന്തല്ലൂർ മിക്കവാറും ആ പാടുന്ന സമയത്താണ് രവി അവിടെ കുറുപ്പാശാൻ്റെ അടുത്ത് വന്നത്. അപ്പം എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ട്, ഓ ദിവാരനിപ്പോൾ ഒരു ശിഷ്യനും കൂടി ഉണ്ട്, നീ വരാൻ പോകുന്നുണ്ട്, കുറുപ്പാശാൻ്റെ ശിഷ്യനാണ്, നല്ലോണം നോക്കിക്കോളൂ, ഇനി അതിങ്ങനെ നിലനിർത്താലോ എന്ന് പറയും. അപ്പോൾ ഈ തരത്തിലുള്ള വീക്ഷണങ്ങളൊക്കെ ആശാൻ്റെ ഉണ്ടായിരുന്നു. നമ്മളെ വളർത്തണം, പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ പാട്ടിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും എൻ്റെ ഒരു കാഴ്ചപ്പാട് വാദ്യകലാകാരന്മാർ കേരളത്തിൽ ഇപ്പോൾ വേഷക്കാരുണ്ടായില്ല, വാദ്യകലാകാരന്മാർ കൃഷ്ണൻകുട്ടിപ്പാശാൻ മുതൽക്ക് ഇപ്പോൾ ചന്ദ്രമേനാടി ആശാൻ്റെ ജന്മശതാബ്ദി ആ പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇത് അതിൻ്റെ എന്താ പറയുക, ഇയാളാണല്ലോ ബിനു വാസുദേവൻ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകത്തിൽ ഉണ്ണീകൃഷ്ണനൊക്കെ, കലാമണ്ഡലം ഉണ്ണീകൃഷ്ണനൊക്കെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ കർണാട്ടിക് മ്യൂസിക് പഠിച്ച് ഒരു വാദ്യകലാകാരനാണെങ്കിലും സംഗീതത്തിൽ നിറകൂടായിരുന്നു പറയുന്നത്. ഈ മന്നാടി ആശാനെ നമുക്കത് അരങ്ങത്ത് കാണാം, പക്ഷെ ആശാൻ പാടുന്നു കേട്ടില്ല ഒരിക്കലും. ഒരു അരങ്ങത്ത് പാടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള. കൃഷ്ണൻകുട്ടിപ്പാശാനാണെങ്കിൽ കളിക്ക് പാടിയിട്ടുണ്ട്, ധാരാളം പാടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആശാൻ അങ്ങനെ അത് ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് പാടിയിട്ടില്ല. പിന്നെ കേശവേട്ടനാണ്, നമ്മുടെ കലാമണ്ഡലം നീക്കിയത്ത് കേശവേട്ടൻ, ധാരാളം കേശവേട്ടനും കുറുപ്പാശാനും കൂടി പാടിയിട്ടുണ്ട് തൃശ്ശൂരിൽ കളിക്ക്. അപ്പോൾ അതിനുശേഷം അപ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി മറ്റേ വാദ്യകലാകാരനാണെങ്കിൽ ധാരാളം കഥകളിപ്പാട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പാടിയിട്ടുണ്ട് കഥയ്ക്ക്. അതുപോലെ തന്നെയാണ് ധാരാളം കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ അടുത്ത കാലത്ത് തന്നെ 1-2 അരങ്ങുകളിൽ പാടി, ഞങ്ങൾ പാടിയിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങൾ പറയണം. അപ്പോൾ വാദ്യകലാരംഗത്ത് ഇപ്പോൾ ചെണ്ടാതി ഞാൻ പറയില്ല, മറ്റുള്ളതിലും പറ്റില്ല, ധാരാളം പാട്ടുകാർ. അത് കർണാട്ടിക് ഉണ്ടോ എനിക്കറിയില്ല. കഥകളി പദരംഗത്ത് ധാരാളം ശോഭിക്കുന്നവരുണ്ട്, ധാരാളം ശോഭിച്ചവരുണ്ട്. അച്ചുണ്ണിപ്പാശാൻ അതിൽ നിന്ന് വ്യതിരിക്തനാകുന്നത് എങ്ങനെ? അച്ചുണ്ണിപ്പാശാൻ ആ ഒരു പാതയിലാണ് പോണത്. ആശാന് വാദ്യകലയിൽ വളരെ ശ്രേഷ്ഠനാണെന്ന് ഒരു വേഷം കിട്ടിയിട്ട് എനിക്കറിയില്ല. എന്താ പറയുക, അഷ്ടപതി അദ്ദേഹത്തിൻ്റെ കുലത്തൊഴിൽ എന്നുള്ള നിലയ്ക്ക് കൂടി അതിൽ വളരെയധികം അദ്ദേഹം എന്താ പറയുക പ്രസിദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഷ്ടപതി വളരെയധികം എന്താ പറയുക പ്രത്യേകത ഉള്ളതായിരുന്നു. അതേപോലെ തന്നെ ഈ കഥകളി പദം എന്നുള്ള കഥകളി സംഗീതം എന്നുള്ളതിൽ അച്ചുണ്ണിപ്പിള്ളാശാൻ്റെ ആ ഒരു പാദമുദ്ര, അദ്ദേഹത്തിൻ്റെ ഒരു അതിലേക്കുള്ള ഒരു മുഖം വളരെ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട ഒന്നായിരുന്നു. വളരെ എന്താ പറയുക എല്ലാവരും പ്രശംസിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയാം. ആശാനായത് വെറുതെ ഉണ്ടാകാൻ പറ്റില്ല. കാരണം ആശാൻ കഥകളിപ്പദം ചെല്ലിയിരുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ ചുടിപ്പുളാശാൻ കഥകളിപ്പാട്ട് ഇങ്ങനെ പാടിയെന്നും ഇടയ്ക്ക് കൊട്ടിയിട്ടും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല അദ്ദേഹത്തിൻ്റെ മേന്മ. അദ്ദേഹം കഥകളിപ്പദത്തിൻ്റെ അറിഞ്ഞിട്ട് അതിനൊരു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിലൂടെ വന്നിട്ട്
ഇപ്പം നമ്പീശനാശാനൊക്കെ പാടിയിരുന്ന ഒരു കലാമണ്ഡലത്തിലെ വെങ്കടകൃഷ്ണവാര്യർ ആ ഒരു അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ കുറുപ്പാശാനും അവരൊക്കെ ഒന്നിച്ച് പാടിയിട്ടുണ്ട്. പിന്നെ ചൊല്ലിയാട്ടത്തിന് പാടിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളിനേഴി ഹരിദാസൻ ഇപ്പോഴാണ് എന്നോട് പറഞ്ഞത്, വെള്ളിനേഴിയിൽ പലപ്പോഴും ചൊല്ലിയാട്ടത്തിന് ചുണ്ണിപ്രാശം പാടിയിരുന്നു. അതെനിക്കൊരു പുതിയ അറിവാണ്. അപ്പോൾ ഈ ചൊല്ലിയാട്ടത്തിന് കാരണം അവിടെ വെള്ളിനേഴി സ്കൂളിൽ വേഷം പഠിപ്പിക്കുന്ന ആൾക്ക് ഈ ചൊല്ലിയാട്ടത്തിന് പാടിയും കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പം ചുണ്ണിപ്രാശം പറയും ഞാൻ വരാം, ഞാൻ പാടാൻ പറയും. അങ്ങനെ കുറുപ്പാശാനും ചുണ്ണിപ്രാശാനും കൂടി ചൊല്ലിയാട്ടത്തിന് ധാരാളം പാടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ കഥകളി സംഗീത ആചാര്യനായിട്ട് മാറിയെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ള ഒരു നല്ല കാര്യമാണെന്നാണ്, വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യമാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഞങ്ങളെപ്പോലുള്ള പാട്ടുകാർക്ക് നമുക്കൊക്കെ തന്നെ ആ കാര്യത്തിൽ വളരെയധികം ഒരു ചാരിതാർത്ഥ്യമുണ്ട്, വളരെ സന്തോഷമുണ്ട്. എൻ്റെയും അരങ്ങേറ്റം ഉണ്ടായപ്പോൾ കാന്തളൂർ അമ്പലത്തിൽ വെച്ചിട്ട് സന്താനഗോപാലം പാടിയിട്ടാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. ദിവാരേട്ടനാണ് അന്ന് അരങ്ങേറ്റം ചെയ്യിച്ചത്, അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പം അന്ന് സന്താനഗോപാലം സത്യം കഴിയുന്നത് വരെ അച്ചുണ്ണിപ്പുതളാശാനാണ് കൊട്ടിയത്. ദിവാരേട്ടൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, ആ പതിഞ്ഞ ആദ്യത്തെ കിടകന്താ ആശാൻ വളരെ പതിഞ്ഞിട്ടാണ് ഇടുക, നല്ലോണം ശ്രദ്ധിക്കണം എന്ന രീതിയിൽ പറയലുണ്ടായി. ഒരു പക്ഷേ അച്ചുണ്ണിപ്പുതളാശാനായിട്ടായിരിക്കാം അങ്ങനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കണോ. എനിക്ക് അറിഞ്ഞിട്ടല്ല പറയണത്, അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് അന്ന് മനസ്സിലായത്. അന്ന് ഞാൻ പാടുമ്പോൾ ഹാഹാകരോമിയൊക്കെ പാടുമ്പോൾ ആ കലാശമായാൽ കലാശം അവസാനിച്ച് അടുത്ത വരി തുടങ്ങേണ്ടി വരുമ്പോൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒന്നിങ്ങനെ നോക്കും. നോക്കിയാൽ ഒരു പുഞ്ചിരി ഉണ്ടാവും. ആ പുഞ്ചിരിയിൽ എല്ലാ അനുഗ്രഹവും അടങ്ങിയിരുന്നു. സത്യം കഴിയുന്നത് വരെ അന്ന് അദ്ദേഹം കൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പൊരൂര് കുട്ടേട്ടനൊക്കെ അന്ന് നാട്ടിലുണ്ടാവുകൊണ്ട് അദ്ദേഹമാണ് കൊട്ടിയത്. അതുപോലെ എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമുള്ളത്, ആനന്ദ് ഞാനൊക്കെ വൈകുന്നേരം അവിടെ വെള്ളിനേഴി രവിമന്ദിരത്തിലെ ദാസേട്ടൻ്റെ കടയുടെ മുമ്പിൽ ഒരു ബെഞ്ചുമ്പിൽ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയാറുണ്ട്. ഇടയ്ക്ക് വായനശാലയിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഈ ബെഞ്ചുമ്പിൽ വന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം അവിടെ ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ ഇദ്ദേഹം അവിടേക്ക് വന്നു. എന്നിട്ട് എന്നോടൊരു ചോദ്യം, തനിക്ക് എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ശിഷ്യനായിട്ട് ഒന്ന് പോരാൻ പറ്റുമോ? കൊട്ടിപ്പാടി സേവയാണ് കാര്യം, ചാലക്കുടിയിലാണ് പരിപാടി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോയി പാടാൻ കാന്തളൂരും ചെങ്ങനിക്കിട്ടവരൊക്കെ അദ്ദേഹം പാടുമ്പോൾ ഒപ്പം അങ്ങനെ നിന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ടെന്നൊന്നും പറയണില്ല. ഈ പറഞ്ഞ വിട്ട് ചില കഥകളി പദങ്ങളും ഇടയിൽ പാടിയിരുന്നു എന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ പാടാൻ പറ്റിയിരുന്നു. ഏതായാലും ഞാനത് ഏറ്റു. അങ്ങനെ ഉച്ചയ്ക്ക് 1:30 അവിടുന്ന് ഒരു ബസ്സുണ്ട്, SS കുമാർ ഉണ്ടായിരുന്നു. ആ SS കുമാറിൻ്റെ ചെറുപ്പശ്ശേരി പോയി. അങ്ങനെ പോയി രാത്രി ആയപ്പോഴേക്കും ചാലക്കുടിയിലെത്തി. മൂർക്കനൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ ഷഷ്ടിപൂർത്തിയായിരുന്നു അവിടെ. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ എത്തി. ഇന്ന് പരിപാടിയൊന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, രാവിലെ നേരത്തെ നീക്കണം, അവിടെ പൂജയ്ക്ക് പാടാനുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പൂജയുടെ സമയത്ത് പാടാൻ ഞങ്ങൾ രണ്ടാളും ചെന്ന് നിന്നു. അപ്പം അന്നൊക്കെ ഒരു പത്മനാഭ മുകുന്ദ മാധവ ഇങ്ങനൊരു അതിനെന്തൊരു പ്രത്യേക ഒരു പേരൊക്കെ അന്ന് അദ്ദേഹം പറയണ്ടായി. ത്യാണി എന്ന് മറ്റാണ് അതിനൊരു പേര് പറഞ്ഞത്. ഇങ്ങനൊന്ന് ഞാൻ പാടും എന്ന് പറഞ്ഞു. വരിയൊന്നും അറിയില്ലെങ്കിലും സാരില്ല, ശബ്ദം ഉണ്ടാക്കിയാൽ മതി എന്നോട്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പിന്നെ അജിതാഹരെ പാടി, നാദാഭവൽ പാടി, കരുണാമിദേഹി പാടി, കരുണാസാഗര കൃഷ്ണ അങ്ങനെ എന്തോ ഒരു, അതുപോലെ മായേ മംഗളശീലെ, നന്ദനന്ദൻ, കുറച്ച് നേരം ഉണ്ടായി, 1-1.5 മണിക്കൂർ ഞങ്ങളിന്ന് അവിടെ പാടിയിട്ടുണ്ട്. ആ പാട്ട് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സദ്യയുമുണ്ട് തിരിച്ചു പോരുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു,
രവിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതാണ് വാസ്തവം. ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. എന്തായാലും അവിടുന്ന് പോരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി യാത്ര പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് നമ്പൂരി ആവുകൊണ്ട് പശുദാനം തരാണ്ട് വിടാൻ പറ്റില്ല, വരൂ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ടൊരു വസ്ത്രവും 25 ഉറുപ്പിയും, കാലം കുറെ മുമ്പേണേ, 25 ഉറുപ്പിയും വന്ന് തന്നു. എന്നിട്ട് ഞങ്ങളിവിടെ പോരുകയും ചെയ്തു. വെള്ളിനേഴി ബസ് ഇറങ്ങിയപ്പോൾ ആശാൻ എന്നെ ഇങ്ങനെ തോളത്ത് കൈ വെച്ച് നിർത്തി. എന്നിട്ട് പറഞ്ഞു, നമ്പൂരി ആവുകൊണ്ട് രവിക്ക് 25 ഉറുപ്പിയെങ്കിലും കിട്ടി, എനിക്ക് പറഞ്ഞ് നിർത്തി. അപ്പം എനിക്കാകെ സ്വൈരക്കേടായി. ഞാൻ വേഗം ആ 25 ഉറുപ്പിക അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങിയില്ല. എൻ്റെ തലയിലൊന്ന് ഇങ്ങനെ ഒഴിഞ്ഞു. എന്നിട്ട് ഒന്നും മിണ്ടാതെ കാന്തള്ളൂർ റോഡിലേക്കാണ് നടന്നുപോയി. ആ തലയിൽ ഒഴിഞ്ഞപ്പോൾ ഒക്കെ ഉണ്ടായ ഒരു എന്താ പറയുക, അതൊന്നും ഒരു കാലത്തും മറക്കാൻ സാധിക്കില്ല. ഏതായാലും ഇന്നത്തെ ദിവസം ഇവിടെ വന്ന് പൊതുവാളാശാനെ ഓർക്കാനും ശങ്കരേട്ടൻ എഴുതിയ ചില വരികൾ ചൊല്ലാനും ഒക്കെ സാധിച്ചതിൽ അങ്ങേയറ്റം സംതൃപ്തിയുണ്ട്. ദിവാരേട്ടന് കൂടുതൽ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ അവസരം അനുവദിച്ച് തന്ന എൻ്റെ ചങ്ങാതി ആനന്ദുണ്ട്. എല്ലാവരോടും ഉണ്ണീഷേട്ടൻ പേരെടുത്ത് പറഞ്ഞാൽ അത് അവസാനിക്കില്ല എന്നതുകൊണ്ട് ആ മഹാനുഭാവൻ്റെ മുന്നിൽ ഒരു കണ്ണീർക്കണം തൂവിയിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു. നന്ദി. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്മളെ 5 മാസങ്ങളായിട്ട് 5ാമത്തെ ഓരോ വിഷയങ്ങളായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കേളിയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങളായിട്ട് അച്ചോണിപ്പുള്ളാശാനായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നതും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള പല വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ ഓരോ മാസവും ഇങ്ങനെ ഒരു പരിപാടി നടത്തുക നല്ലൊരു ആശയപരമായിട്ട് നല്ലൊരു എന്താ പറയുക, നമുക്കെല്ലാവർക്കും ആസ്വാദകരെ സംബന്ധിച്ചും നമ്മുടെ സഹൃദയർക്കൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അത് ഇതിനൊരു പുതുമുണ്ട്. വെറുതെ ഒരു അനുസ്മരണം നടത്തുക അല്ലെങ്കിൽ ഒരു വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതിന് ഉപരിയായിട്ട് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് മുഖാമുഖം എന്നുള്ളത് കുറേ അനുഭവങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി ഗംഗാരാശാന പരിപാടിക്ക് നമ്മുടെ മോനേഷൻ പറയുണ്ടായി, വിനോദമൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടിയിരുന്ന് കുറേ ആശാൻ്റെ പാട്ടിനെക്കുറിച്ച് ആശാനെക്കുറിച്ച് ഇങ്ങനെ വളരെ അനൗപചാരികമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അത് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ പറയുക ഒരു രസമായിട്ട്. അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിങ്ങനെ കേൾക്കാൻ ഒരാൾ ഔപചാരികതയിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിലും അത് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു അനുസ്മരണമാണെന്ന് എനിക്ക് തോന്നാറുള്ളത്. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ ഈ ജന്മശതാബ്ദികളുടെ ആഘോഷത്തിനിടയ്ക്ക് കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു ദിവസം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തത് വളരെയധികം രവി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അച്യുതബോധാശാന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു, ഞാൻ വീണ്ടും പറയല്ല, ആവർത്തിക്കല്ല, സംഗീതം ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു, ശ്രുതി ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. ആ ചട്ട കൊട്ടുമ്പോഴും ഇടയ്ക്ക് വായിക്കുമ്പോഴും എല്ലാറ്റിലും ഒരു ശ്രുതി ഉണ്ടായിരുന്നു, താളവും ഉണ്ടായിരുന്നു, സംഗീതവും ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ആ കഥകളി സംഗീതത്തിലൂടെ ഒരു ഒന്നിച്ച് പോവാൻ സാധിക്കുന്നൊരു ആയിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ശ്രദ്ധാഞ്ജലിയും ഓർമ്മകളും അവർ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ നൃത്തലെത്താം
നിങ്ങളെ ഈ പരിപാടി നിർത്തിവെക്കാൻ എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷവും ഉണ്ട്. രണ്ടുപേർക്കും വളരെ നന്ദിയായിരുന്നു.